കഴിക്കുവിൻ. ബഹുജനങ്ങളെ, അമ്മമാരെ, എനിക്ക് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, വാചകമടിച്ച് വീമ്പിളക്കി നിങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു വഴിയോര കച്ചവടക്കാരനല്ല ഞാൻ. വ്യാപകരില്ലാതെ ദേഹമലയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചവശനായി വീട്ടിൽ ചെന്ന് സ്വന്തം പ്രിയതമയോട് വയ്യ വയ്യ എന്ന് പറയുന്ന പുരുഷന്മാർക്കുള്ളതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരിയിൽ ഒരു കാർത്തിയായിനി സന്താനവർദ്ധനി കഴിച്ച് 6 മാസം കോമനായ ഒരു കുമാരന് ജന്മം നൽകിയ വിവരം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കൂ. 42 കൂട്ടം പച്ചമാങ്ങകളും പച്ചമരുന്നുകളും 7.5 കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇഴജന്തുക്കളുടെ സത്തുക്കൾ അരച്ചു ചേർത്തുണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയല്ല, പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെയല്ല, ബോംബെ മുതൽ മുംബൈ വരെയല്ല, പിന്നെയോ സിംഗപ്പൂർ, കാൺപൂർ, ജംഷഡ്പൂർ, കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധനി സ്ഥാനം പിടിച്ചു. 10 വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചിക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധനിക്ക് കഴിഞ്ഞ വിവരം ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്റെ സമ്മർദ്ദനികൾ കൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം. ഏതാനും കുപ്പികൾ മാത്രം ബാക്കി. കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറകെ നിൽക്കുന്ന വല്യച്ഛനൊന്ന് വഴിയെടുക്കൂ. ഇതാ വല്യച്ഛ, എല്ലാം മംഗളമായിരിക്കട്ടെ. ഇനി ആരാണ്? ആ, കടന്നു വരും. ഇത് കുട്ടികളെടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം. ഇനി ആർക്കാണ് സന്താനവർദ്ധനി? ആളാരാണ്? അപ്പാപ്പയുടെ 5 കുപ്പിയെങ്കിലും വേണ്ടി വരും. തൽക്കാലം 1 കുപ്പി തരാം. ചേച്ചിക്ക് വേണം? തരാം. എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് സന്താനവർദ്ധനി. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം. ഭാഗ്യസിദ്ധി ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്റെ അഡ്രസ് ആ കുപ്പിയുടെ ലേബലിൽ തന്നെയുണ്ട്. തീർന്നു പോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. 1 കുപ്പി സ്പെഷ്യലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവോ? ഉണ്ടായില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. തെറ്റിദ്ധരിക്കണ്ട, വേറൊരു മരുന്ന് തന്നു സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇത് കഴിച്ച് ഭർത്താവിന് ഫലം കണ്ടാൽ മാത്രം പണം തന്നാൽ മതി. അതുവരെ ഈ കുട്ടിക്ക് ഫ്രീ. ഇതിന് പ്രത്യുപകാരമായി ചേട്ടൻ എനിക്കൊന്ന് കാണണം. ഞാൻ അടുത്ത ആഴ്ച വരാം. ഒന്ന് എടുപ്പിക്കാനാ. കൂറിൽ ജനനം, ഉത്തരാടം ആദ്യവാദം, 18 വയസ്സ് വരെ പയ്യൻ പൊടി പൊടിക്കും. പിന്നെ രാഹുവിന്റെ വരവാ. രാഹു വന്ന ഇവന്റെ ജീവിതം കട്ടപ്പുകയായിട്ടാ കാണുന്നത്. ഇരിപ്പ് കള്ള് ഷാപ്പിലും കിടപ്പന്യ വീട്ടിലും. അഴി പാഴ്സലായിട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാ. കൊള്ളാം. സന്ധ്യ നേരത്ത് ഒരാളിരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. വേറൊരുത്തി മൂതിരായി പിടിച്ച പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. എന്റെ ഭഗവാനെ, ബാക്കിയുള്ളവൾ ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇത്തിരി വെള്ളം തരാൻ പോലും. എന്തിരിപ്പാടി ഇത്? നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ ഇരിക്കൊണ്ട് ചേച്ചിക്ക് എന്താ? നീ ഇരിക്കേ കിടക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട്, പ്രത്യേകിച്ച് പെമ്പിള്ളാർക്ക്. ചേച്ചിക്ക് അറിയാവുന്ന രീതികളൊന്നും എനിക്കറിഞ്ഞൂടാ. കണ്ടില്ലേ അച്ഛാ അവൾ ചൊറിയുന്ന വർത്തമാനം പറയുന്നത്? എന്റെ ദൈവമേ, ഇവൾക്ക് ഇന്ന് എന്ത് പറ്റി? എന്തിനാ സുമുഖി നീ അവളുടെ നേരെ വെറുതെ കയറ് പൊട്ടിക്കുന്നേ? അവൾ നക്ഷത്രപ്രകാരം ശുക്രദശയാണെങ്കിലും രാഹു 11-ലാ. ഇത്തിരി പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. അതെ, 2 പൊട്ടിക്കാതെ എന്റെ കുഴപ്പാ. മുല്ലപ്പൂ മണക്കുന്നല്ലോ. മോള് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല അച്ഛാ. വിളക്കിലിടട്ടെ. ജനുവേട്ടനോട് അച്ഛാ? ഈ സമയത്ത് അവൻ ഇവിടെ പോവാനാ? ജോലിക്ക് പോകാൻ ഒരുങ്ങായിരിക്കും. അയ്യോ, ജനുവേട്ടന് ഞാനിന്ന് ജോലിക്ക് വിടില്ല. ഫാക്ടറി പരിസരത്ത് മുഴുവൻ ലാത്തി ചാർജ് അച്ഛാ. എന്റെ ഗുരുവായൂരപ്പാ, രാത്രി ഇവിടെ വീശുവോ? മുല്ലപ്പൂ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ. ഇത്തിരി പൂവൊക്കെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കേ. ഇതേ വേറെ ആവശ്യത്തിനുള്ളതാ. കുളിച്ചീറനായി നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തി മുടിയിൽ മുല്ലപ്പൂ ചൂടി നമ്മറമുഖിയായി പ്രാണനാഥന്റെ അരികിലേക്ക് മന്ദം മന്ദം ചെല്ലുക. പ്രേമപൂർവ്വം സന്താനകൽപ്പം 2-3 സ്പൂൺ നാവിൽ വച്ചു കൊടുക്കണം. അവസാനത്തെ സ്പൂൺ പാതി ഭർത്താവും പാതി ഭാര്യയും പങ്കിട്ട് കഴിക്കണം. പിന്നെ എല്ലാം ഒരു ഇളം കാറ്റുപോലെ സംഭവിക്കും. കൂടുതൽ കഴിച്ചാൽ കൊടുങ്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റെങ്കിൽ കൊടുങ്കാറ്റ്. എങ്കിൽ ധൈര്യമായി മുന്നേറും. എനിക്കൊന്ന് പ്രസവിക്കണം.
സായിപ്പന്മാരുടെ കള്ളിന് എന്തൊരു ചവർപ്പ. തൊട്ട് നിൽക്കാൻ ഇത്തിരി വിക്സ് പോലും ഇല്ലല്ലോ. മോളെ മാറക്കുട്ടി, അച്ഛന് തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും ചോട്ടെ. ആ മേശപ്പുറത്തെങ്ങാനും കാണും. ഓ, ഇവിടത്തെ മേശപ്പുറത്താന്ന്. ഓ, പിള്ളേരൊന്നും ഗുണം പിടിക്കത്തില്ല. കൊള്ളാം കൊള്ളാം. കെട്ടിയോനും കെട്ടിയോളും കൂടെ രാത്രി ഉറക്കമിളച്ചിരുന്ന് അരവണ പായസം ആദ്യമില്ല. പായസം പായസം കള്ളിന്റെ കൂടെ മധുരം അടിച്ചാ ഇരട്ടി ഫലമാന്നാ പറയുന്നത്. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. എന്റെ ദൈവമേ, ഈ കിഴവൻ ഇതെടുത്ത് കഴിച്ചു കളഞ്ഞില്ല. അറിഞ്ഞില്ലേ നിന്റെ പ്രശ്നം അറിഞ്ഞില്ലേ? ബാ നിന്റെ മകങ്ങൾ ചാവാൻ നിൽക്കുന്നു. ഇവന് ചാവാൻ വേണ്ട വല്ല കാര്യമുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ശവം എടുക്കും. ഇന്നത്തെ ദിവസം പോകാണ്. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത്. മോനെ വിന്ധ്യ, സുഖി, ഇതെങ്ങോട്ടാ രാവിലെ എല്ലാരും കൂടെ? നമ്മുടെ വിന്ധ്യ മാമകളത്ത് ചാകാൻ നിൽക്കുന്നു. ചേട്ടാ വാ. നിന്നെ അത്യാവശ്യമാ പുഞ്ചക്കരി പാടത്ത് തോമാൻ തിരക്കി. അങ്ങോട്ട് ചെല്ലും. അയ്യോ, ഒരു പോലീസുകാരുടെ കാര്യം പറഞ്ഞിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ചെല്ലേ. ഞാനിപ്പോ വരാം. ആ ശരി. എന്തിന്റെ കാര്യം? ഇല്ല, നിങ്ങളെല്ലാരും പോയാലേ ഞാൻ ഇറങ്ങൂ. ഈശ്വര, പോകാനാ പറഞ്ഞത്. അയ്യോ അല്ല, കാര്യം എന്തായാലും ഞങ്ങള് സാധിച്ചു തരാം. നീ താഴോട്ടിറങ്ങി വാ. എടാ മുടിഞ്ഞവനെ, തൂങ്ങിച്ചാകാൻ നീ വേറെ മരം കണ്ടില്ലേ? താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എറിഞ്ഞു നിന്നെ ഞാൻ കൊല്ലും. ഇറങ്ങടാ. ഇറങ്ങാൻ മനസമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അമ്മായി. അയ്യോ വേണ്ട മായി, അവ ഇറങ്ങും. മോനെ ഞാനല്ലേ വിളിക്കുന്നത്, ഇറങ്ങി വാടാ. എല്ലാരും പോകാനാ പറഞ്ഞത്. എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പിന്നീട് നീ കടുങ്ങി ചെയ്ത ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഭാഗ്യം, ഇന്ത്യന്റെ അമ്മാവനെത്തി. അങ്ങേര് പറഞ്ഞ അനുസരിക്കായിരിക്കില്ല. അത് ശരിയാ, സാറ് പറഞ്ഞ കേൾക്കായിരിക്കും. എന്താ എന്താ ഇവിടെ പ്രശ്നം? തോർത്തെടുത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. നോക്കിയേ, തൂങ്ങിച്ചാ നമ്മളെ മാവേല കയറിയിരിക്കുന്നേ. അയ്യോ അമ്മാവ, ഞാൻ ഈ കയറുമായിട്ട് ഇവിടെ കയറാനുള്ള സാഹചര്യം അമ്മാവൻ അറിയില്ലേ? എന്ത് സാഹചര്യം? വിന്ധ്യ, നീ എന്ത് വിവരക്കടയായി കാണിക്കുന്നേ? എടാ, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ നടത്തി തരുമെന്ന് നിനക്ക് അറിയാമല്ലോ. മക്കള് താഴേക്ക് ഇറങ്ങി വാ. ഇന്നലെ പറഞ്ഞില്ലേ നീലിമയ്ക്ക് ഊഞ്ഞാൽ ഇഷ്ടാണെന്നോ? നാളെ വരികയല്ലേ, ഇന്ന് ഊഞ്ഞാൽ കെട്ടിയിടാന്ന് വെച്ചു. ഇനിയെങ്കിലും അവരോട് പോവാൻ പറ. സമ്മതിച്ചു. പത്മം,
എന്റെ മകൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്വത്തായി മാവും കൊമ്പേ കയറിയിരിക്കുന്നേ. മക്കളെ വാ. പതുക്കെ 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 സൂക്ഷിച്ച് സൂക്ഷിച്ച്. അങ്ങനെ പതുക്കെ. അമ്മാവനും മരുമോനും വട്ട, നല്ല അസല് വട്ട. കല്യാണം നടക്കും. ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ. നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലിലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നിന്റെ മതാമ്മ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങിയ ഒരു വാചകം. വാചകമാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. പറയട്ടടാ പറയടാ. ആ, നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു അല്ലേ മെന്റസേ? ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത് നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ, നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ, പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്ത് കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എടാ, ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താനവർദ്ധിനി കഴിക്കണം. മതാമമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം. നിന്റെ സന്താന വർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നത്, അല്ലേ മോനെ മെന്റസേ? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ. അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസെന്റ് ആയി പോകും. ശരി, സമ്മതിച്ചു. അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, ആ, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസെന്റ് ആയിട്ട് പോണം. നീ അമേരിക്കൻ ശൈലി.